ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം, നമ്മുടെ വാഹനങ്ങൾക്കെല്ലാം ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഡ്യുവൽ ജെറ്റ്, അല്ലെങ്കിൽ രണ്ട് ഇഞ്ചക്ടർ വരുന്ന ടൈപ്പാണെന്ന് കുറേ പേർക്കെങ്കിലും അറിയാം. ഈ രണ്ട് ഇഞ്ചക്ടർ എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെറ്റ് എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡ്യുവൽ ജെറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിൽ രണ്ട് ഇഞ്ചക്ടർ വെച്ച്, അതായത് ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സ് വരുന്നുണ്ട്. പഴയ വാഹനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സിലിണ്ടറിൽ ഒരു ഇഞ്ചക്ടർ വെച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന പോലെ ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. അതായത് ഏറ്റവും പുതിയ മോഡൽ ഡിസയർ ആണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലുള്ളത്. അതിൽ 1, 2, 3, 4 ഇഗ്നൈറ്റേഴ്സാണ് വരുന്നത്. ഇതാണ് നമ്മുടെ പഴയ 800-ലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കറുത്ത കുറ്റി പോലെ ഇരിക്കുന്ന ഒരു സാധനം. അതിൽ നിന്നാണ് കറണ്ട് കൊടുക്കുന്നത്, ഓരോ സിലിണ്ടറിലേക്കും കൊടുക്കുന്നത്. എന്നാൽ അതൊരു ഇഗ്നിഷൻ കോയിലായിരുന്നു. ഇതൊരു ഇഗ്നൈറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇഗ്നിഷൻ കോയിൽ തന്നെയാണ് കറണ്ട് കൊടുക്കാൻ വേണ്ടി, അതായത് സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് കൊടുക്കാൻ വേണ്ടി, ടൈംലി കറണ്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ഇഞ്ചക്ടേഴ്സ് വരുന്നത്. അപ്പം ഞാൻ ഏതായാലും ഇതൊന്ന് അഴിച്ച് കാണിച്ചു തരാം. അതായത് എങ്ങനെയാണ് ഇഞ്ചക്ടർ ഇരിക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ എയർ ഫിൽറ്ററിൻ്റെ ഈ മേളിൽ വരുന്ന ഈ കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അഴിക്കാം. ഇത് അഴിച്ചതിന് ശേഷം നമുക്ക് നല്ല സുഖമായിട്ടത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും ഞാനൊന്ന് അഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വേണ്ട ഈ എയർ ഫിൽറ്ററിൻ്റെ ഈ കവറിങ് അഴിച്ചെടുത്തായിരുന്നു. നമുക്ക് തൽക്കാലം ഇവനെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ഈ പുറകിൽ കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മുടെ ഫ്യൂവലിൻ്റെ ഗാലറി വരുന്നത്. അതായത് നമ്മുടെ പെട്രോള് വന്നെന്നറിഞ്ഞിരിക്കുന്നത്, അതായത് ഫ്യൂവൽ ടാങ്ക്, നമ്മുടെ വാഹനത്തിൻ്റെ ടാങ്കിനകത്ത് വരുന്ന ഫ്യൂവൽ പമ്പുണ്ട്. അത് നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഒച്ച കേൾക്കാൻ സാധിക്കും, ഒരു മൂളിച്ച പോലെ. ആ മൂളുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂവലിനെ പ്രഷറൈസ് ചെയ്ത് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇഗ്നിഷൻ ഓൺ ആയി കഴിയുമ്പോൾ ഈ പ്രഷർ, അതായത് ആ പമ്പ് ഉണ്ടാക്കുന്ന പ്രഷർ ഇവിടം വരെ, അതായത് ഈ ഗാലറി വരെ വന്ന് നിൽക്കും. ഈ കാണുന്ന ഓരോ ലൈൻസ് 1, 2, 3, 4, 5, 6, 7, 8. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഒന്നാമത്തെ സിലിണ്ടർ, 2, 3, 4. അപ്പം ഒരു സിലിണ്ടറിൽ തന്നെ 2 എണ്ണം, രണ്ടാമത്തെ സിലിണ്ടറിൽ 2 എണ്ണം, മൂന്നാമത്തെ സിലിണ്ടറിൽ 2 എണ്ണം, നാലാമത്തെ സിലിണ്ടറിലും 2 എണ്ണം. ഇങ്ങനെയാണ് ഇഞ്ചക്ടേഴ്സിൻ്റെ കൗണ്ട് പോകുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നത് ഈ പച്ച കളറ് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ മനസ്സിലാവും. ഇതാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറയുന്ന യൂണിറ്റ്. ഈ ഇഞ്ചക്ടറിലോട്ട് കറണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കൊടുക്കുന്ന ലൈൻ വന്നിരിക്കുന്നത്. ഇതിന് വേണ്ട ഫ്യൂവലിനനുസരിച്ച്, അതായത് നമ്മുടെ വാഹനം ഐഡ്ലിങ് നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ ഫ്യൂവൽ ആവശ്യമുള്ള സമയമാണ്. ഐഡ്ലിങ് ഞാൻ ഉദ്ദേശിച്ചത് മോർണിംഗ് സ്റ്റാർട്ടിങ്ങിൽ, അതായത് രാവിലെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന് നോർമലി കുറച്ച് ഫ്യൂവൽ കൂടുതൽ വേണം. അപ്പോൾ അന്നേരം ഫ്യൂവൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വാഹനത്തിന് ഇനിഷ്യലായിട്ട് പവർ കൂടുതൽ വേണ്ടി വരുന്ന സമയത്ത്, അതായത് നല്ല രീതിക്ക് നമ്മളൊരു അത്യാവശ്യം ചെറിയ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്ന് സെക്കൻഡിൽ നിന്ന്, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് 4th നിന്നും 3rd സ്പീഡ് കൂട്ടാൻ നോക്കുന്ന സമയത്ത് ഒക്കെയാണ് ഇഞ്ചക്ടർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അന്നേരം ഫ്യൂവൽ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അന്നേരം ഈ 2 ഇഞ്ചക്ടേഴ്സ് അതുപോലെ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് പവർ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ടൊരു ഗുണവും കൂടെ ഉണ്ട്, വാഹനത്തിൻ്റെ മൈലേജും കൂടും. കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ സംശയം തോന്നും, 2 ഇഞ്ചക്ടർ വരുമ്പോൾ ഫ്യൂവൽ കൂടുതലല്ലേ കൺസ്യൂം ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ മൈലേജ് കൂടുതൽ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടും ഒരേ സമയത്ത് ഒരേ രീതിക്കല്ല ഫ്യൂവൽ കൊടുക്കുന്നത്, വേരി ചെയ്താണ് കൊടുക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ കൂടുതൽ ഫ്യൂവൽ അത് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലിയാണ് അതിൻ്റെ ഫ്യൂവലിൻ്റെ സപ്ലൈ നടക്കുന്നത്. അപ്പം എന്താണ് ഒരു ഡ്യുവൽ ജെറ്റ് എഞ്ചിൻ, അല്ലെങ്കിൽ ഒരു 2 ഇഞ്ചക്ടർ ഒരു സിലിണ്ടറിൽ വരുന്നതെന്നുള്ളതിനെക്കുറിച്ച് ചിലർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും.